മിസ്റ്റർ ജെ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനാണ്. വളരെ ബഡ്ജറ്റ് രീതിയിലുള്ളൊരു ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാബിനിലൊക്കെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനിലൊക്കെ ഹോൾ ഇടാനായിട്ട് നമ്മൾ എപ്പോഴും മെഷീൻ വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങണമെന്ന് നോക്കിയാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ്. ഹെവി യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഹെവി യൂസിനും പറ്റും. അത്യാവശ്യം ഹോം യൂസിനൊക്കെ പറ്റിയ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ബിൽഡ്സ്കിൽ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അത് മാത്രമല്ല അവർക്ക് കുറച്ച് പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എൻ്റെ കറക്റ്റ് വില എന്ന് പറയുന്നത്. പിന്നെ ഡെലിവറി ചാർജ് നമുക്ക് ഓരോ ലൊക്കാലിറ്റി അനുസരിച്ച് ഡെലിവറി ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും, അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇടാം. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും ഒരു പാക്കിങ്ങിൽ വരുന്നത്. നമ്മൾ സാധാരണ ഡ്രില്ലിംഗ് മെഷീൻ കാണുന്ന പോലെ കിറ്റായിട്ടൊന്നും അല്ല വരുന്നത്. മെഷീൻ മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 നല്ല ബിറ്റും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. മെഷീൻ മാത്രമാണ്. നമ്മൾ കിറ്റോട് കൂടിയുള്ള വലിയ ബോക്സ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് കൂടും. നമ്മൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ മാത്രമായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് പാക്കിങ് വരുന്നത്. നമുക്ക് ഡെലിവറി ചെയ്തത്. ഇങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് പൊട്ടിച്ച് നോക്കാം. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട്. അവരുടെ തന്നെ പാക്കിംഗ് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത്. ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ബിൽഡ്സ്കിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ടാകും. മെയ്ഡ് ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റ് തന്നെയാണ്. 10mm ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. 2399 രൂപയാണ് MRP ഒരു കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയും പ്രൈസൊന്നും വരുന്നില്ല. ഒരു 1000 റുപ്പീസിനടുത്ത് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്കിത് ഡൽഹിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ബിറ്റ്സാണ്. നമുക്ക് തിരിച്ചു വരാം അതിലോട്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ബിൽഡ്സ്കില്ലിൻ്റെ സ്റ്റിക്കറുണ്ട്, പക്ഷേ ആർക്കാ പവർ അതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. എന്തായാലും അവരുടെയാണ് പ്രോഡക്റ്റ്. എൻ്റെ ഒരു യൂസർ മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കാം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ. ഓക്കെ, ബോക്സിനുള്ളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഡ്രില്ലിംഗ് മെഷീനും അതുപോലെ തന്നെ അതിൻ്റെ ചക്ക് മാത്രമേ ഉള്ളൂ. 10mm ആണ് ഈ ഒരു ചക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു സ്ക്രൂ പിരിച്ചിടുന്ന പോലെയാണ് നമ്മുടെ ഈ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് ഇടുന്നത്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്ര ഭയങ്കരമായ ക്വാളിറ്റി ഒന്നും ഇല്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു പർപ്പസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഡ്രില്ലിംഗ് മെഷീനായിട്ട് അത്ര പരിചയമുള്ള ഒരു ആളല്ല. എന്നാൽ യൂസർ മാനുവൽ നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഹോൾഡ് ലോക്കിംഗ്. ബിൽഡ്സ്കില്ലിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അവരുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 350 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 2600 RPM-ലാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത്രയും ബിറ്റ്സ് കിട്ടുന്നുണ്ട്. ഏകദേശം 6ഓളം ബിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം എല്ലാം ഒരേ സൈസാണെന്ന് തോന്നുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിനാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മളൊരു ഇച്ചിരി ക്വാളിറ്റി ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബിറ്റ് വാങ്ങിക്കും നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ക്യാബിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്കൊരു ബിറ്റിട്ട് നമുക്ക് ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു മാനുവൽ കീ അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ആ ഒരു പല്ല് ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് ബൈറ്റ് ആവുന്നില്ല. ഇത് ടൈറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. സ്ലിപ്പായി പോവാണ്. ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല ആ ഒരു കീക്ക്. അപ്പം അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറക്റ്റായിട്ട് അങ്ങോട്ട് ബൈറ്റായി ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ആവുന്നില്ല. ബിറ്റ് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനിഷ്യലി സംഭവം കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹോള് കയറി പോകുന്നുണ്ട്.
ഇനി എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം ഇതെങ്ങനെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, നമുക്ക് ഇത് ഹോം പർപ്പസിനൊക്കെ കൊള്ളാവോ അതോ നമ്മുടെ സാധാ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റാണോ. സാധാരണ ഒരു വീട്ടിലെ പർപ്പസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ ഒരു വീട്ടിലേക്ക് പർപ്പസിന് ഇപ്പോൾ ഭിത്തിയിലൊരു ഹോൾ ഡ്രിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു ബോക്സൊക്കെ പണിയുക, വീട്ടിലേക്ക് ആവശ്യമായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പണിയുക, അതിനൊക്കെ ഒരു എല്ലാ ഹോം പർപ്പസിന് എല്ലാം അടിപൊളിയായിട്ട് ഉതകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബിറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് സ്ക്രൂ ഡ്രൈവേഴ്സൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഇതിന് പറ്റുന്ന സ്ക്രൂ ഡ്രൈവേഴ്സൊക്കെ ആ ഒരു ബിറ്റ് വാങ്ങേണ്ടി വരും, സ്റ്റാറും പ്ലേറ്റും എല്ലാം നമ്മൾ വാങ്ങേണ്ടി വരും. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നി, ഇതിനകത്ത് മാനുവലി നമ്മൾ സ്പീഡ് കൂട്ടുന്ന സമയത്ത് ഒരു സ്ലോ ആയിട്ട് ഒറ്റ ഫിക്സഡ് ആയിട്ടുള്ള സ്പീഡായിരിക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്പീഡായിരിക്കും നമുക്ക് ഈ ഒരു മെഷീനിൽ കിട്ടുന്നത്. മറ്റ് കൂടി ബോഷ് പോലത്തെ ഉള്ള ഡ്രില്ലിംഗ് മെഷീനിൽ സ്ലോ സ്പീഡൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. നമ്മൾ ഞെക്കുന്നു, അപ്പോൾ കൊടുക്കുന്ന മാക്സിമം പവർ ആ ഒരു മെഷീനിലേക്ക് വരികയാണ്. ഇതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതുമാത്രമാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു കീയുടെ പ്രോബ്ലമാണ് എനിക്ക് 2 ഡ്രോബാക്സ് ആയിട്ട് ഈ ഒരു മെഷീനിൽ തോന്നി. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഇത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഷോക്കൊന്നും അടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട, ഞാൻ നോക്കി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി ഫുൾ പ്ലാസ്റ്റിക് ബിൽറ്റാണ്, ഫ്രണ്ടിൽ ഭാഗം മാത്രമാണ് നമുക്ക് കുറച്ച് മെറ്റൽ ബിൽഡ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല, എർത്തോ അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രായമുള്ളവർക്ക് പോലും ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രില്ലിംഗ് മെഷീനാണ് ഈ ഒരു ബുയിഡ്സ്കില്ലിൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ. നമ്മൾ ഈ ഡ്രില്ലിംഗ് മെഷീൻ മെയിൻലി വാങ്ങിച്ചതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിച്ചത്. അതിൽ ഒരുപാട് വലിയ പർപ്പസൊക്കെ ഉള്ളതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോം യൂസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് ഹോൾ ഡ്രിൽ ചെയ്ത് നോക്കാം. ജസ്റ്റ് വെറുതെ ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ഹോൾസൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈസി ആയിട്ട് ബിറ്റ് കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിറ്റും കൂടി വാങ്ങിക്കാം. ഇതിപ്പോൾ കുറഞ്ഞ ബിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു SS-ൻ്റെ ഒരു ബിറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ബിറ്റ് വാങ്ങിച്ചിട്ട് ഹോൾസൊക്കെ ഡ്രിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഹോൾ ഡ്രിൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പവർഫുള്ളായിട്ടുള്ള മോട്ടർ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ബുയിഡ്സ്കില്ലിൻ്റെ ഒരു ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാട്ട്സ് വന്നിട്ട് പറയാം. ഏകദേശം 350 വാട്ട്സാണ് നമുക്ക് വരുന്നത്. 2600 RPM-ലാണ് ഈ ഒരു മോട്ടർ കറങ്ങുന്നത്. അത്രയും അത്യാവശ്യം നല്ലൊരു പവറുണ്ട്. 10 mm ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയുള്ള ഹോം യൂസിനൊക്കെ പറ്റിയ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. അത്യാവശ്യം സേഫുമാണ്, ഷോക്ക് പ്രൂഫാണ്, കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അവർ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിത് നമ്മുടെ ഒരു യൂസിന് വേണ്ടിയായിരിക്കും നമ്മളിനി ലൈഫ് ലോങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്രത്തോളം നമ്മളിത് എത്ര കാലം ഇത് നിൽക്കുന്നുള്ളത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, 1 മാസത്തിന് ശേഷം നമ്മൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.